എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് കുറേ ദൂരെയുള്ള ഒരു മലനിരകളുടെ മുകളിൽ ചെന്ന് വ്യായാമം ചെയ്തിട്ടാണ്. അദ്ദേഹം എന്നും രാവിലെ ആ മലനിരകൾ കയറുന്നു. ഏകദേശം ഒരു 2 കിലോമീറ്റർ കയറ്റമുണ്ട്. ആ കയറ്റം കയറി അതിനു മുകളിൽ കുറച്ച് വ്യായാമം ചെയ്ത് അദ്ദേഹം തിരിച്ചു വരികയാണ് പതിവ്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം ഇദ്ദേഹം രാവിലെ വ്യായാമത്തിന് പോകുവാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ, ഒരു ചെറിയ കുട്ടി, ഒരു 4 വയസ്സായ ഒരു മകൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ വരണം എന്ന് ശാഠ്യം പിടിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, മോനെ ഇപ്പോൾ വരണ്ട, കയറ്റം കുറച്ച് കഠിനമാണ്, വഴിയിൽ കല്ലും മുള്ളുമെല്ലാം ഉണ്ട്, അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. മകൻ സമ്മതിച്ചില്ല. ഞാൻ വരും എന്നുള്ള വാശിയിൽ അവൻ ഉറച്ചിരുന്നു. അവസാനം അദ്ദേഹം ആ മകനെ കൊണ്ടുപോകാൻ സമ്മതിച്ചു. ഇവർ രണ്ടുപേരും കൂടി പതിയെ പതിയെ മല കയറുകയാണ്. അച്ഛൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു, മോനെ ഞാൻ നിന്നെ എടുക്കില്ല, നീ സ്വയം മല കയറേണ്ടി വരും. മകൻ അച്ഛൻ്റെ കൈ പിടിച്ച് പതിയെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറേ ദൂരെ എത്തിയപ്പോൾ, 3/4 ഭാഗത്തോളം ആ മല കയറി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ ഒരു കല്ല് ഈ മകൻ്റെ കാലിൽ തട്ടി. ആ കാലിൽ തട്ടിയ ഉടനെ ഈ മകൻ ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി ആ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ പ്രതിധ്വനി ഈ മകൻ എങ്ങനെ നിലവിളിച്ചുവോ അതേപോലെയുള്ള നിലവിളിയായിരുന്നു. ഈ മകൻ കരുതിയത് അതെന്നെ കളിയാക്കിയതാണ് എന്നാണ്. തിരിച്ച് ആ മലനിരകളോട് തന്നെ ഈ മകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ മലനിരകൾ പ്രതികരിക്കുന്നു, പ്രതിധ്വനി വരുന്നു, നിങ്ങൾക്ക് നാണമില്ലേ. ഈ കുട്ടിക്ക് ദേഷ്യമായി. ആദ്യമായാണ് അദ്ദേഹം ഒരു മലനിരകൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത്. പ്രതിധ്വനി ആ കുട്ടി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ കുട്ടിക്ക് ദേഷ്യമായി. ആ കുട്ടി നിലവിളിക്കുകയാണ്, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ. അതേപോലെ ആ പ്രതിധ്വനി തിരിച്ചു പറയുന്നു. ഈ കുട്ടി 1-2 ദേഷ്യപ്പെട്ട വാക്കുകൾ നിലവിളി രൂപത്തിൽ സംസാരിച്ചപ്പോഴും അതേപോലെ ആ മലനിരകൾ തിരിച്ചു പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഈ കുട്ടിക്ക് ആകെ വിഷമമായി. ഈ കുട്ടി പതിയെ വീണ്ടും മല കയറാൻ തുടങ്ങി. ഒന്നും പറയാതെ മല കയറാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന അച്ഛൻ ചിരിച്ചു. മകന് പിന്നെയും ദേഷ്യം വന്നു. എന്നെ നോക്കി വേണ്ടാത്തത് വിളിച്ച് പറയുന്ന ഈ മലനിരകൾക്കെതിരെ ഒന്നും പറയാതെ അച്ഛൻ എന്നെ നോക്കി ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മകനെ അതങ്ങനെയല്ല, ഇപ്പോൾ കേൾക്കൂ എന്ന് പറഞ്ഞ് അച്ഛൻ മലനിരകളുടെ നേരെ നോക്കി ഉറക്കെ ഐ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞു. അതേപോലെ ആ മലനിരകളിൽ ഐ ലവ് യു എന്നുള്ള പ്രതിധ്വനി തിരിച്ചു വന്നു. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതേ പ്രതിധ്വനി തിരിച്ചു വരികയും ചെയ്തു. മകൻ ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. മകൻ ചോദിക്കുന്നു, അച്ഛാ ഇതെങ്ങനെ സംഭവിച്ചു? അച്ഛൻ പറഞ്ഞു, മകനെ ഇതാണ് പ്രതിധ്വനി, നീ ഇതിനെ മനസ്സിലാക്കണം. മലനിരകൾ നിന്നോട് സംസാരിക്കുകയല്ല, നീ പറയുന്നത് തന്നെ തിരിച്ചു പറയുകയാണ്. നിന്റെ മനസ്സിലുള്ള വികാരം ഏതാണോ അതേപോലെ ആ മലനിരകളും തിരിച്ചു പറയുകയാണ്. നീ മലനിരകളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മലനിരകളും നിന്നെ സ്നേഹിക്കുന്നതായി തിരിച്ചു പറയും. മകൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. മകൻ അതേപോലെ ആ മലനിരകളെ നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞു. മലനിരകളും അതേപോലെ തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞു. മകനെ വളരെയധികം സന്തോഷമായി. കൂട്ടത്തിൽ അച്ഛൻ ഒരു ഉപദേശം കൂടെ കൊടുത്തു. മോനെ, ഇതാണ് നമ്മുടെ യഥാർത്ഥ മനസ്സും ശരീരവും. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവർ നമ്മളെയും സ്നേഹിക്കും. നമ്മൾ ആരെ ചീത്ത പറയുന്നുവോ അവൾ നമ്മളെയും ചീത്ത പറയും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് കരുണയുള്ളവരായും അനുകമ്പയുള്ളവരായും ഇരുന്നാൽ മറ്റുള്ളവരും നമ്മെ അതേപോലെ കാണുന്നു. അതിലും പ്രധാനം നമ്മളോട് തന്നെ സ്നേഹമുള്ളവനായിരിക്കണം. നമ്മളോട് തന്നെ കരുണയുള്ളവരായിരിക്കണം. നമ്മളെ അംഗീകരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം
നിന്നെയും അതേ രീതിയിൽ സ്നേഹിക്കുന്നു, അതേ രീതിയിൽ പരിപാലിക്കുന്നു, അതേ രീതിയിൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ മകന് അത് വളരെയധികം പുതിയ ഒരു അറിവായിരുന്നു. ആ മകൻ്റെ പിന്നീടുള്ള ജീവിതവും ആ ഒരു ശൈലിയിൽ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ ആ മകന് കഴിഞ്ഞു.